എടോ കണക്ക് പിള്ള, എന്ത് പെണ്ണാടോ ഇവള്? ഒരു പെണ്ണായാൽ അടക്കം ഒതുക്കും പേടിയൊക്കെ വേണം. ഇവളൊരു പെണ്ണാണോ? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ യജമാനെ, വഴി കിടന്ന പ്രശ്നം തലേ കയറ്റി വെച്ച പോലെ ഉണ്ട്. എന്താടാ പറഞ്ഞേ? ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞു. എന്താടാ ഇവിടെ ആർക്കും ചെവി കേട്ടൂടെ? ആണാന്ന് പറയാൻ ഇതിന്റെ അകത്ത് ഒരുത്തം പോലും ഇല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്, ഒരു ആൺ പോലും ഇല്ലല്ലേ? ഇന്ന് നിന്റെ കഥ കഴിഞ്ഞു. എന്റെ യജമാനെ കുറിച്ച് അറിയാതാണോ സംസാരിക്കുന്നത്? യജമാനെ ധൃതി കാണിക്കല്ലേ, ഒന്ന് ശാന്തനാകൂ. എടോ കണക്കപ്പിള്ള, കാട്ടില് പോയി മാനെ വേട്ടയാടാ വാ. ഇനി എന്ത് പറയാനാ, ഭാര്യയുടെ അടുത്ത് ഇതൊന്നും ചെലവാത്തത് കൊണ്ട് കാട്ടില് വേട്ടയാടാൻ പോവാ. ആരാടാ നിങ്ങളൊക്കെ? മലേഷ്, അല്ല നിന്റെ പേരെന്താടാ? മലേഷ് മല്ലേഷ്. അതെനിക്കറിയാം, പക്ഷെ നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം. ഇവിടെ എന്താടാ നടക്കുന്നത്? ഞാനിവരെ പയറ്റ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ തമ്മിൽ കളിക്കുമ്പോ എന്താടാ ഒരു രസം? പക്ഷെ പെണ്ണുങ്ങളുടെ കൂടെ പയറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ യജമാനത്തി. അതിന് എന്നെ പോലെ ഒരു പെൺകുട്ടിയോടെ കളിച്ചാലല്ലേ അറിയോ ജയിക്കുന്നത് എത്ര കഷ്ടമെന്ന്. ഇതുവരെ ഒരു ജയവും എന്നെ ജയിച്ചിട്ടില്ല. യജമാനത്തി, യജമാനെ ഞാൻ ആരാണടാ? മാലാഖയെ പോലെയാണ്. അപ്പൊ നിങ്ങൾക്കോ? പിന്നെ എന്താടാ ആലോചിക്കുന്ന? പറയുന്നത് അനുസരിക്ക് യജമാനത്തി. പിന്നെ എന്തെങ്കിലും പ്രശ്നമാവും? നിങ്ങൾ ചോദിച്ചാലാണ് പ്രശ്നം, ഞാൻ ചോദിച്ചാലില്ല. എല്ലാവരും കാതടച്ചേ. എനിക്ക് നിന്നെ ഇഷ്ടമായിടാ, ഞാൻ നിന്നെ വിടില്ല. നീ സമ്മതിക്കേ ഈ കൊട്ടാരത്തിന്റെ യജമാനനാക്കാം. എന്റെ അടുത്ത് തോറ്റതോർത്ത് നീ വിഷമിക്കണ്ട. നീ ജയിക്കേണ്ട സ്ഥലം വേറെയാണ്, അവിടെ നീ ജയിച്ചേ പറ്റൂ. എന്താടോ കണക്കപ്പിള്ള, തനിക്കൊരു മൗനം? മാനെ തിന്നുന്നോ, പുലിയെ തിന്നുന്നോ, അതോ കാട്ടുപന്നിയെ തിന്നുന്നോ, അതോ എന്നെ കൊന്നു തിന്നുന്നോ? തനിക്ക് എന്താ വേണ്ട? ഞാൻ എന്ത് കഴിക്കാൻ ആഗ്രഹിച്ചാലും ഇതെന്നെ തടയും. നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തത് എല്ലാം അനുഭവിക്കാനല്ലേ. താനൊക്കെ എന്തിനാടോ ജനിച്ചേ? യജമാന്റെ തലയിലുള്ള വല എനിക്കില്ലാതെ പോയി.
ആരാടോ ഇവള്? ഇതൊരു പെണ്ണാണോ? ഇതൊരു പെണ്ണാണോ? ദേവതമാരാരെങ്കിലും ഭൂമിയിൽ സഞ്ചരിക്കുമോടോ? ഇനിയിപ്പോ ദേവതയാണെങ്കിൽ നീ വെറുതെ വിടില്ലല്ലോ. ആരാടി നീ? നീ എവിടുത്തെ കാര്യാ? വേഗം പറയടി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നടി. നിനക്ക് ആരുമില്ലെങ്കിൽ പറഞ്ഞോ, എന്റെ രാജ്യം തന്നെ നിനക്ക് സ്വന്തം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഭരിക്കാവടി. ഞാൻ നിന്നെ സന്തോഷത്തോടെ നോക്കിക്കോളാം. എന്റെ കൂടെ പോര്, വാ, എന്റെ കൂടെ വാ. ഞാൻ നിന്നെ റാണിയാക്കാം, എന്റെ റാണിയാക്കാം നിന്നെ. വാ വാ, ഇരിക്ക്. ഇതാടോ സൗന്ദര്യം. രാമായണവും മഹാഭാരതവും പലവട്ടം വായിച്ചിട്ടുണ്ട്. അതിൽ രണ്ടിലും ഒരു പെണ്ണിന് വേണ്ടി മാത്രമാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് അവരെന്തുകൊണ്ട് ഭ്രാന്തന്മാരെ പോലെ വഴക്കുണ്ടാക്കണമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു പെണ്ണിന് വേണ്ടി എത്ര യുദ്ധം വേണേലും പയറ്റാടോ. അഭിപ്രായം എന്താ തന്റെ? ഇനിയിപ്പോ ഇതിനിടയ്ക്ക് ഞാൻ എന്ത് പറയാനാ? താനൊന്നും പറയണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഇതുപോലെ ഒരു സ്വർണ്ണ ശില്പത്തെ അനുഭവിക്കാനാണോ? യജമാനേ, അങ്ങക്ക് പുടവ ഭയങ്കര ഇഷ്ടമല്ലേ? ഈ പുടവ എവിടെ വാങ്ങിച്ചെന്നറിയാമോ? അല്ല, നിന്നെ കൊന്നുകളയും. വാങ്ങിച്ചതാ. അല്ല, ഭ്രാന്തൻ യജമാനെ. എന്താണോ പറഞ്ഞ? ഭ്രാന്തിയെ കൊന്ന ഭ്രാന്തൻ എന്നേ പറയൂ. യജമാനെ നോക്കിയേ, നിങ്ങളെ പോലെ ഞാൻ കോൺവെന്റിലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ലീവ് ഇറ്റ്, എൻജോയ് ഇറ്റ്. വാ, നമുക്ക് കല്യാണം കഴിക്കാം. മര്യാദക്ക് ഇവിടുന്ന് പോക്കണം. അവളെവിടെ പോയി? യജമാനെ. എങ്ങോട്ടാ പോയേ? അറിയില്ലല്ലോ. എടോ, ഒന്ന് പോയി നോക്കടോ. ഇപ്പൊ നോക്കേ യജമാനെ. നീ എങ്ങോട്ടാടി പോയേ? നിന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും, റാണിയാക്കാം. എങ്ങോട്ടാ പോയേ നീ? എവിടെയാ പോയേ നീ? പെട്ടെന്ന് വാ. അവളെ കിട്ടിയില്ല തന്നെ ഞാൻ കൊല്ലും. ഞാൻ ചത്താലും അവളെ വിടില്ല.